സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു പുതിയ കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്കാലവും കാത്തിരുന്ന ഒരു കിടിലൻ ഫ്യൂച്ചറാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്യൂച്ചറിൻ്റെ പേരാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നും ഒപ്പം തന്നെ ഇതെങ്ങനെ നമ്മുടെ വാട്സപ്പിൽ യൂസ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് നോക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വളരെ സീക്രട്ടോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലോ ആയ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കോൺവെർസേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുത്തിയിരുന്ന ഓരോ മെസ്സേജും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു ചാറ്റ് ക്ലിയർ ചാറ്റ് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തി നമുക്ക് ഇതിനു മുമ്പ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് കൂടി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ അയക്കുന്ന ആ ഒരു വ്യക്തിയും കൂടെ ആ ഒരു മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണ്ടേ. അപ്പം അതും ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പം ഇവിടെയാണ് ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചറിന്റെ ഉപയോഗം വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അയക്കുന്ന എല്ലാ തരത്തിലുള്ള കോൺവെർസേഷൻസും ഓട്ടോമാറ്റിക്കലി തന്നെ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഒപ്പം തന്നെ നിങ്ങൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. പക്ഷേ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിൽ ഇനേബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാറ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് കോൺടാക്ട് നെയിം അല്ലെങ്കിൽ ഗ്രൂപ്പ് നെയിം കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ഇൻഫോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻഫോയിലേക്ക് പോകാൻ പറ്റും. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഒപ്പം തന്നെ താഴെയായിട്ട് ഓൺ ഓഫ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും. അപ്പം ഇതിനുശേഷം നിങ്ങൾ എന്ത് തരത്തിലുള്ള മെസ്സേജസ് അയച്ചാലും ഓട്ടോമാറ്റിക്കലി തന്നെ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഒപ്പം തന്നെ നിങ്ങൾ ആർക്കാണോ വാട്സപ്പ് മെസ്സേജസ് അയക്കുന്നത് ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അയക്കുന്ന മെസ്സേജസ് എല്ലാം നോർമലി ആ ഒരു വ്യക്തിക്ക് ലഭിക്കണം. അത് ഡിസപ്പിയർ ആയി പോകണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ മുകളിൽ കാണുന്ന കോൺടാക്ട് നെയിം അല്ലെങ്കിൽ ഗ്രൂപ്പ് നെയിമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ ഓൺ ആയിരിക്കും കിടക്കുന്നത്. അത് ഓഫിലേക്ക് മാറ്റുക. ഓഫിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആവുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാറ്റിന് മുകളിലായിട്ട് ഒരു ബ്ലൂ കളർ നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓഫ് ചെയ്യാനുള്ള ആ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾ ഓഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓഫ് ആവുന്നതായിരിക്കും. ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ചാറ്റ്സിൽ മാത്രമല്ല ലഭിക്കുന്നത്, ഗ്രൂപ്പ്സിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഗ്രൂപ്പ് അഡ്മിൻസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പിൽ ഇതേപോലെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തതിനു ശേഷം നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജസും ഓട്ടോമാറ്റിക്കലി തന്നെ 7 ദിവസം കഴിയുമ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിന്റെ ചാറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസേബിൾ ആയിരിക്കുകയാണെങ്കിൽ പഴയതുപോലെ ആവുന്നതായിരിക്കും. ഡിസപ്പിയറിംഗ് മെസ്സേജസിന് കുറെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇതേപോലെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തതിനു ശേഷം നിങ്ങളൊരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണെന്ന് കരുതുക. ഒരുപക്ഷെ 7 ദിവസം കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ചാറ്റിൽ നിന്നും നിങ്ങളുടെ ചാറ്റിൽ നിന്നും ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. പക്ഷേ ആ ഒരു വ്യക്തിക്ക് അത് വേണമെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഫോട്ടോ എടുത്തോ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏത് വ്യക്തിക്കാണോ മെസ്സേജ് അയച്ചത് ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ആ ഒരു മെസ്സേജസ് 7 ദിവസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ചാറ്റിലേക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചാറ്റിൽ നിന്ന് ആ ഒരു കോൺവെർസേഷൻസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഈ ഒരു ഫോർവേഡ് ചെയ്ത ചാറ്റിൽ നിന്നോ ഗ്രൂപ്പിൽ നിന്നോ ആ ഒരു മെസ്സേജസ് ഒന്നും ഡിലീറ്റ് ആയി പോവില്ല. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു വ്യക്തിക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് അയച്ചു. പക്ഷേ ആ ഒരു വ്യക്തി 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ ഓൺ ചെയ്ത് അയാളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് സെലക്ട് ചെയ്ത് നോക്കിയാൽ പോലും ആ ഒരു മെസ്സേജ് ആ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത് ഡിസപ്പിയർ ആയി പോയി. പക്ഷേ മുകളിൽ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജസ് എല്ലാം അയാൾക്ക് കാണുവാൻ
സാധിക്കും, വായിച്ച് നോക്കാനും സാധിക്കും. ഈ ഒരു ഓപ്ഷന്റെ നാലാമത്തെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് റിപ്ലൈ നൽകാൻ സാധിക്കും. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെസ്സേജ് ആണോ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം ഒന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു മെസ്സേജ് മെൻഷൻ ചെയ്ത് റിപ്ലൈ നൽകാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾ ഈ ഒരു മെൻഷൻ ചെയ്ത് റിപ്ലൈ നൽകുന്നതെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജസും നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഡിലീറ്റ് ആയി പോവുമെങ്കിൽ പോലും ഈ ഒരു മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ മുകളിൽ കാണിക്കുന്ന ആ ഒരു മെൻഷൻ ചെയ്ത മെസ്സേജിന്റെ പ്രിവ്യൂ ഇല്ലേ, അത് ഡിലീറ്റ് ആയി പോവില്ല. ഈ ഒരു ഓപ്ഷന്റെ അഞ്ചാമത്തെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഈ ഒരു വാട്സപ്പ് മെസ്സേജ് ഡിസപ്പിയർ ആയി പോകണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. വാട്സപ്പ് പറയുന്ന 7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു മെസ്സേജസ് നമ്മുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഒപ്പം തന്നെ നമ്മൾ അയക്കുന്ന ആ ഒരു വ്യക്തിയുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. പക്ഷേ ഈ ഒരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചർ ആപ്പിലും ടെലഗ്രാമിലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ 30 സെക്കൻഡോ 1 മിനിറ്റോ 1 ദിവസം അങ്ങനെ ഏത് ടൈം ഷെഡ്യൂൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വാട്സപ്പിന്റെ വരും അപ്ഡേറ്റ്സ് വഴി ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് എല്ലാം പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.